ഹലോ ഫ്രണ്ട്സ്, ഓർച്ചൽ സ്പേസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിനകത്ത് ആൻസർ ചെയ്യുന്നത് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ ടു 4 year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഇൻ ദി ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള. 2025 കേരള യൂണിവേഴ്സിറ്റിയുടെ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് 4 year അതായത് 4 year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അപ്പോൾ FIUG പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് സൈക്കോളജിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിൽ 40 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 4 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ നെഗറ്റീവ് മാർക്ക് വരുന്നത് 1 മാർക്കാണ്. അപ്പോൾ 1 മണിക്കൂറാണ് എക്സാം വരുന്നത്. 160 മാർക്കാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. അപ്പോൾ 4 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആണെങ്കിൽ ആൻസർ കറക്റ്റ് ആണെങ്കിൽ കിട്ടും. ഇനി അതിന് റോങ് ആൻസർ ആണെങ്കിൽ നെഗറ്റീവ് മാർക്ക് -1 ആയിട്ട് വരും. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ആൻസർ ചെയ്യാം. ആകെ 40 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 1 മണിക്കൂറാണ് എക്സാം വരുന്നത്. സോ ഇപ്പോൾ ഇവർ ഈ വർഷം എന്തായാലും ഓരോ തരത്തിലായിരിക്കും എക്സാം നടത്തുന്നത്. ചില വർഷം 60 ക്വസ്റ്റ്യൻസ് വരും, ചില സമയത്ത് 40 ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിൽ തന്നെ ഒബ്ജക്റ്റീവ് ആവാം, ഡിസ്ക്രിപ്റ്റീവ് ആവാം, പല തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം നടത്താറുണ്ട്. ഇപ്പം ഇത് FIUGയുടെ ആണ്, അതായത് 4 year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ ആണ്. ദെൻ മുൻപ് ഒരുപാട് PG പ്രോഗ്രാംസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ അവൈലബിൾ ആണ്, പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. എന്ത് ചെയ്യുക, വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ദ ലാംഗ്വേജ് അക്വിസിഷൻ ഇൻ ഹ്യൂമൻ ഈസ് ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ്? ഇറ്റ് ഈസ് പ്യുവർലി എ റിസൾട്ട് ഓഫ് cultural imitation. It results from both biological capacity and cultural exposure. It only develops in adulthood. It is entirely inherited genetically. അപ്പോൾ ലാംഗ്വേജ് അക്വിസിഷൻ ഹ്യൂമണിൽ ബെസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മനുഷ്യന്മാരിൽ ലാംഗ്വേജ് അക്വിസിഷൻ നടക്കുന്നതിന് ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കൾച്ചറൽ ലിമിറ്റേഷന്റെ ഒരു റിസൾട്ട് ആണ്. അല്ലെങ്കിൽ തന്നെ അടുത്തത് ബയോളജിക്കൽ കപ്പാസിറ്റി, അതുപോലെ തന്നെ കൾച്ചറൽ എക്സ്പോഷർ ആണ്. സോ ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ട് ആണ്. അതല്ലെങ്കിൽ ഇറ്റ് ഓൺലി ഡെവലപ്സ് ഇൻ അഡൽട്ട്ഹുഡ്. അപ്പോൾ അഡൽട്ട്ഹുഡിൽ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ്. തന്നെ എൻറ്റയർലി ഇൻഹെറിറ്റഡ് ജനറ്റിക് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നത്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. It results from both biological capacity and cultural response. സോ ഇപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളൊരു പേപ്പർ എടുക്കുക. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്പർ ഇടുക, പറ്റുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ ആൻസർ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്ഷൻ, ഞാൻ പറയുന്ന ഓപ്ഷനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലോ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എത്ര സ്കോർ, ഞാൻ ആൻസർ പറയുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് മാർക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് എത്ര സ്കോർ ലഭിച്ചു, അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ട് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 40 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതൊക്കെയെന്ന് അറിയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, what is the term used to describe the influence of genetic inheritance on behavior? Socialization, culture, environment, heredity. ജനറ്റിക് ഇൻഹെറിറ്റൻസ് ബിഹേവിയറിൽ ജനറ്റിക് ഇൻഹെറിറ്റൻസിനെ ഇൻഫ്ലുവൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ടേം ഏതായിരിക്കും? സോഷ്യലൈസേഷൻ ആണോ, കൾച്ചർ ആണോ, എൻവയോൺമെന്റ് ആണോ, ഹെറിഡിറ്റി ആണോ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഹെറിഡിറ്റി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു എറിക് എറിക്സൺ, ദി മേജർ സൈക്കോളജിക്കൽ ചലഞ്ച് ഓഫ് അഡോളസൻസ് ഈസ് integrity versus despair, identity versus role, confusion, trust versus mistrust, autonomy versus shame and doubt. ഈ ഒരു എറിക് എറിക്സൺ അയാളുടെ ഒരു അഭിപ്രായത്തിൽ ഒരു അഡോളസൻസിലുള്ള സൈക്കോളജിക്കൽ ചലഞ്ച്, മേജർ സൈക്കോളജിക്കൽ ചലഞ്ച് ഇതിൽ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അഡോളസൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് അത് വിട്ടിട്ടുണ്ടായിരിക്കും, ഒരു അഡൽട്ട്ഹുഡിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്തായിരിക്കും, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. അപ്പോൾ നമ്മുടെ ഒരു ഐഡന്റിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഒരു റോളിൽ നമുക്ക് എന്തായിരിക്കും, നമ്മൾ കുട്ടിയാണോ അതോ ഇല്ല അഡൽട്ട് ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ,
അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. ട്വിൻ സ്റ്റഡീസ് ആർ ഓഫൺ യൂസ്ഡ് ഇൻ സൈക്കോളജി ടു അണ്ടർസ്റ്റാൻഡ് ദി റോൾ food in development, study physical differences between cultures, learn about brain injuries, examine the relative contributions of heredity and environment. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി ആണ്. എക്സാമിൻ ദി റിലേറ്റീവ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Which developmental stage is most associated with rapid physical and hormonal changes that influence behavior? Which answer options? Adolescence, infancy, childhood, late adulthood. Which developmental stage is most associated with rapid physical and hormonal changes that influence behavior? അപ്പോൾ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫിസിക്കൽ ആൻഡ് ഹോർമോണൽ ചേഞ്ചസ് ഇതിനകത്ത് ഏത് സ്റ്റേജ്, ഏത് ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് നടക്കുക? അഡോളസൻസിലാണോ, ഇൻഫാൻസിയിലാണോ, ചൈൽഡ്ഹുഡിലാണോ, ലേറ്റ് അഡൽട്ട്ഹുഡിലാണോ? ഓപ്ഷൻ എ ആണ്, അഡോളസൻസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദി കോർപ്പസ് കലോസം? കണക്ടിങ് ദി സ്പൈനൽ കോഡ് ടു ബ്രെയിൻ, ഫെസിലിറ്റേറ്റിംഗ് communication between the brain's hemispheres, regulating heartbeat and breathing, controlling muscle movements in limbs. What is the primary function of corpus callosum? Answer option B ആണ്. Facilitating the communication between brain's hemisphere. Which part of the neuron extends away from the cell body and serves as the main input to the neuron? Myelin sheath, synapse, dendrite, axon. ഏതായിരിക്കും? Which part of neuron extends away from the cell body and serves as the main input to the neuron? സോ അപ്പോൾ ന്യൂറോണിലേക്കുള്ള മെയിൻ ഇൻപുട്ട് ഏതായിരിക്കും? ആക്സോൺ ആണോ, സിനാപ്സ് ആണോ, മൈലിൻ സീറ്റ് ആണോ, ഡെൻഡ്രൈറ്റ്സ് ആണോ? ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് വരുന്നത്, ഡെൻഡ്രൈറ്റ് ആണ്. ഓക്കെ, സെൽ ബോഡിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരുന്ന സെല്ലിലേക്കുള്ള ഇൻപുട്ട് ഏതായിരിക്കും? ഡെൻഡ്രൈറ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ്? അപ്പോൾ ഡെൻഡ്രൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? അടുത്തൊരു ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത്. Which of the following is not mentioned as a sensation associated with phantom limb? Pain, itching, tingling, clenching. Which of the following is not mentioned as sensation associated with phantom limb? Answer option D, clenching. What is a conditioned stimulus? A response that occurs automatically, a stimulus that naturally triggers a response, a stimulus that becomes significant after being paired with something important, a stimulus that naturally and automatically triggers a response without prior learning. What is the conditioned stimulus? Answer option C ആണ്, a stimulus that becomes significant after being paired with something important. How does the conditioned response relate to unconditioned response? The conditioned response and unconditional response are usually same, but conditions depend on conditioned response depends on the conditioned stimulus. They are completely different actions. The conditioned response happens without any prior learning. The conditioned response is always stronger than unconditional response. So the answer വരുന്നത് ഓപ്ഷൻ എ ആണ്. The conditioned and unconditioned are conditional response and unconditional response are usually the same, but conditions response depends on the condition stimulus. The phenomena where old information interfere with the learning new information is called retroactive interference, proactive interference, repression, chunking. The phenomenon where old information interfere with learning new information is called. അപ്പോൾ പുതിയൊരു ഇൻഫർമേഷൻ നമ്മൾ ലേൺ ചെയ്യുന്നതിന് ഓൾഡ് ഇൻഫർമേഷൻ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനോമിനെ വിളിക്കുന്നവര് എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, proactive interference. What is the first stage of memory in the information processing model? Encoding, retrieval, recall, storage. Answer option A ആണ്, encoding. First stage of memory in the information processing model.
encoding ആണ് വരുന്നത്. Escape learning is an example of positive reinforcement, negative reinforcement, negative punishment, positive punishment. Escape learning is an example of option B, negative reinforcement. The physicist who discovered the measurement of sensory experience, Adler, Pavlov, Fechner, Weber. Answer option C, Fechner. Physicist who discovered the measurement of sensory experience. Option C, Fechner. Reflective thinking primarily aims to memorize fact without understanding, use trial and error methods, depend only on past experience, solve complex problems through reorganization of relevant experience. Answer option D, solve complex problems through reorganization of relevant experience. Thinking is described as an internal mental process inferred through behavior, a physical activity easily observed directly, always spontaneous and random, a passive response to external stimuli. Thinking is described as. Thinking ഇതിനകത്ത് ഏതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് തിങ്കിങ്ങിന്? ആൻസർ ഓപ്ഷൻ ആണ് an internal mental process inferred through behavior. Who proposed the theory of primary mental abilities? Watson, Galton, Pearson, Thurston. Answer option D, Thurston. Who proposed theory of primary mental abilities? Answer option D, Thurston. What does the Carl Roger means by congruence? Agreement between behavior and norms, harmony between the real self and ideal self, repression of unacceptable thought, obedience to authority. What does Carl Roger means by congruence? Answer option B, harmony between the real self and ideal self. Self-actualization is proposed by Carl Roger, Sigmund Freud, William James, H. Maslow. Self-actualization is proposed by answer option D, H. Maslow. ഒരു നേരത്തെ ക്വസ്റ്റിന് ആൻസർ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ജസ്റ്റ് അതിന്റെ ആൻസർ ഒന്നും കൂടി പറയാം. 18ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹാർമണി ബിറ്റ്വീൻ ദി റിയൽ സെൽഫ് ആൻഡ് ഐഡിയൽ സെൽഫ്. Then self-actualization is proposed by option D, H. Maslow. The question: the concept of ideal self refers to how others perceive you, who you are in reality, the person you aspire to be, the personality you were born with. Answer option C, the person you aspire to be. Concept of ideal self refers to the person you aspire to be, who is primarily associated with the development of big five-factor personality. Hans J. Eisen, Abraham Maslow, Carl Jung, Ferdinand McCree. ആയിരിക്കും ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോസ്റ്റാൻഡ് മക്രി. അടുത്ത ക്വസ്റ്റ്യൻ: the MMPI is primarily used to assess personality structure and psychopathology, diagnose neurological impairments through brain imaging, measure intelligence and cognitive abilities, evaluate job performance. The MMPI is primarily used to answer option A, assess the personality structure and psychopathology. Dash is considered an emotion-focused coping strategy, time management, seeking social support, creating a study schedule, problem solving. Answer option B, seeking social support is considered an emotion-focused coping strategy. According to Hans Selye, Dash is the first stage of general adaptation syndrome: resistance, exhaustion, alarm, recovery. According to Hans Selye,
That is the first stage of general adaptation syndrome. Answer option C, alarm. Dash is considered a maladaptive coping strategy, exercise, seeking professional help, time management, substance abuse. That is considered as maladaptive coping strategy. Answer option D, substance abuse. Lazarus and Folkman categorized coping strategies as physical and psychological, problem focused and emotional focused, internal and external, avoidance and engaging. So option B, problem focused and emotion focused. According to psychology of anxiety, which of the following statement is true? Anxiety is always a sign of mental disorder. Anxiety disorders are less common than normal feeling of anxiety. Mild level of anxiety can be beneficial in some situation. Anxiety always lead to panic attack. ഏതായിരിക്കും സൈക്കോളജി ഓഫ് ആങ്സൈറ്റി പ്രകാരം ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ട്രൂ? Anxiety is always a sign of mental disorder. Anxiety disorders are less common than normal feeling of anxiety. Mild level of anxiety can be beneficial in some situation. Anxiety always lead to panic attacks. Answer option C, mild level of anxiety can be beneficial in some situation. Neurotransmitters are released from what neural structure? Bottom, myelin sheath, axonal, soma. Answer option A ആണ് bottom. Encoding of new memories is most likely to disrupted by the damage to left frontal lobe, hippocampus, hypothalamus, corpus callosum. Answer option B, hippocampus. Encoding of new memories is most likely to disrupted by the damage to hippocampus. Adrenocorticotropic hormone ACTH is secreted by liver, pituitary gland, hypothalamus, pancreas. So, adrenocorticotropic hormone is secreted by answer option B, pituitary gland. A person with bipolar disorder typically experiences obsessions and compulsion, severe anxiety and panic attacks, only depressive episodes, alternating periods of mania and depression. Answer option D, alternating periods of mania and depression. PTSD is most triggered by lack of social interaction, genetic inheritance, experiencing a traumatic event, sleep deprivation. Answer option C, experiencing a traumatic event. Social loafing refers to the process of resolving group disagreement, the tendency for individuals to work harder alone than in a group, increased effort by individuals in a group setting, the decline in group performance due to conflict. Social loafing refers to answer option B, the tendency for individuals to work harder alone than in a group. The trait theory of leadership suggests that all individuals can become effective leaders regardless of personality. Leadership depends entirely on the situation. Effective leaders possess certain innate characteristics or features. Leadership is learned through experience and training. Answer option C, effective leaders possess certain innate characteristics or features. What is the difference between prejudice and discrimination? Prejudice and attitude. Discrimination is a behavior. Prejudice is behavior. Discrimination is attitude. Prejudice always unconscious. Discrimination is conscious. Prejudice legal. Discrimination is illegal. Answer option A, prejudice and attitude. Discrimination is a behavior. Which factor increased the likelihood of conformity? Smaller group size, presence of all allele, high self-esteem,
Unanimous group opinion. What factor increased the likelihood of conformity? Answer option D, unanimous group opinion. Who conducted the most famous experiment on obedience to authority? Sigmund Freud, Solomon Asch, Stanley Milgram, Albert Bandura. Answer option C, Stanley Milgram. In the context of social psychology, which option most accurately describes the concept of cooperation? A rivalry between individuals or groups to maximize personal gain, process where individuals aim to outdo each other for a reward, a mutual exchange of benefits with no regards for group welfare, the coordinated effort among individuals to achieve a shared goal. Answer option D, a coordinated effort among individuals to achieve a shared goal. Within group dynamics, what meant by the term cohesiveness? The ability to achieve goals individually, feeling of belongingness among group members, mutual respect among group members, the movement towards the group's goal. Answer option B, the feeling of belongingness among group members. Which of the following is a common cause of conflicting groups? Misunderstanding and poor communication, aligned goals, clear communication, effective leadership. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പുവർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇപ്പം 38ന്റെ 39ന്റെ ആൻസർ ഒന്നും കൂടി ജസ്റ്റ് പറയാം. In the context of social psychology, which option most accurately describe the concept of cooperation? ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എ കോർഡിനേറ്റഡ് എഫേർട്ട് among individuals to achieve the shared goals. അടുത്തത് within group dynamics, what is meant by the term cohesiveness? ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, ദ ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്നെസ് among the group members. സോ അപ്പോൾ ഈ ഒരു ഇതിനകത്ത് 40 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്. സോ ഇപ്പോൾ ഇത് ബുക്ക്ലെറ്റിനകത്ത് എന്ത് ചെയ്ത് നമുക്ക് റെസ്പോൺസ് ഷീറ്റ് അവൈലബിൾ ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ റഫ് വർക്കിനുള്ള സ്പേസ് ഉണ്ട്. സോ ഇപ്പോൾ ഈ ഒരു പേപ്പറിനകത്ത് അങ്ങനെ റഫ് വർക്ക് ഒന്നും വരുന്നുണ്ടാവില്ല. സോ ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത്, 40 ക്വസ്റ്റ്യൻസ് ആണ് ആകെ വന്നിട്ടുള്ളത്. സോ ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. സോ ഇപ്പോൾ ഇത് മാത്രമല്ല, അതായത് ഒറ്റ സബ്ജക്റ്റ് അല്ല, നമ്മൾ ഒരുപാട് സബ്ജക്റ്റിന്റെ വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാനലിനകത്ത് അവൈലബിൾ ആണ്. സോ ഇപ്പോൾ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സൊക്കെ ഈ ഒരു എക്സാം, അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി എല്ലാ ഇയറിലും ഒരേ പാറ്റേണിലെല്ലാം എക്സാം നടത്തുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സോ അതായത് UGയുടെ കേസ് അറിയില്ല. ദെൻ PGCSS വരുന്നത് ഓരോ ഇയറിലും ഡിഫറെൻ്റ് ആയിട്ടാണ് എക്സാം നടത്താറ്. ചില ഇയറിൽ കംപ്ലീറ്റ് എന്തായിരിക്കും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നടത്തുന്നത്. ചില ഇയറുകളിൽ എങ്ങനെയായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ആൻസർ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് വരുന്നത്. ദെൻ മിക്സ്ഡ് ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ഇയറിലും അതുപോലെ ഇപ്പോൾ ഈ ഒരു ഇതിനകത്ത് ആകെ 40 ക്വസ്റ്റ്യൻസ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇത് തന്നെ എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2021 മുതലുള്ളത് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, അതായത് ഈ ഒരു FIUGയുടെ ഉണ്ടാവുമെന്ന് അറിയില്ല, മറ്റ് കോഴ്സസിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ആൻസർ ചെയ്ത് നോക്കുക. അപ്പോൾ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതൊക്കെ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നതെന്നും കൂടി എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.